മഹാസമുദ്രത്തിന്റെ ആഴത്തിൽ ജീവിക്കുന്ന വ്യത്യസ്തവും വൈവിധ്യവുമായ ജീവജാലങ്ങളെപ്പറ്റി എത്ര പറഞ്ഞാലും തീരുകയില്ല. കടലിന്റെ അടിത്തട്ടിൽ ഏറ്റവും കൗതുകവും കണ്ണിന് മനോഹരവുമായ കാഴ്ചയാണ് ജെല്ലി ഫിഷുകൾ. ജെല്ലി ഫിഷുകളെ പറ്റി കൗതുകമാർന്ന കഥകൾ അറിയാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ. പുരാതന കാലം തൊട്ട് ഏകദേശം എല്ലാ സമുദ്രത്തിലും കാണപ്പെടുന്ന ജീവിയാണ് ജെല്ലി ഫിഷുകൾ. ഏകദേശം 2000-ൽ കൂടുതൽ ഇനത്തിൽപ്പെട്ട ജെല്ലി ഫിഷുകളുണ്ട്. സമുദ്രത്തിന്റെ ഏതൊരു കോണിൽ ചെന്ന് നോക്കിയാലും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഇനത്തിൽപ്പെട്ട ജെല്ലി ഫിഷിനെ കാണുവാൻ സാധിക്കും. ഏറ്റവും തണുപ്പുള്ള അന്റാർട്ടിക്കൻ സമുദ്രത്തിൽ പോലും ഇവ സമർത്ഥമായി വളരാറുണ്ട്. ഏതാനും ചെറിയ മില്ലിമീറ്ററുകൾ തൊട്ട് മനുഷ്യനേക്കാൾ വലിപ്പമുള്ള ജെല്ലി ഫിഷുകൾ വരെ ഉണ്ട്. 2 മീറ്റർ വരെ വലിപ്പമുള്ള ഒരു തരം ജെല്ലി ഫിഷുകളുണ്ട്. നൊമോറസ് ജെല്ലി ഫിഷുകൾ എന്നാണ് അവയുടെ പേര്. 200 കിലോ വരെ ഇവർക്ക് ഭാരം വയ്ക്കാറുണ്ട്. നൈഡേറിയൻസ് എന്ന ജീവവർഗത്തിൽപ്പെട്ട ഒരു തരം ജീവികളാണ് ജെല്ലി ഫിഷുകൾ. പേരിന്റെ അറ്റത്ത് ഫിഷ് എന്നുണ്ടെങ്കിലും ഇവ മീൻ വർഗത്തിൽപ്പെട്ടവയല്ല. 70 കോടി വർഷങ്ങൾക്ക് മുമ്പ് ജെല്ലി ഫിഷുകൾ ഭൂമിയിൽ ഉണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഡിനോസറുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിനും എത്രയോ കാലങ്ങൾ മുമ്പ്. പല വംശനാശവും നാച്ചുറൽ കലാമിറ്റീസുകളുമെല്ലാം അതിജീവിച്ചവയാണ് ജെല്ലി ഫിഷുകൾ. ജെല്ലി ഫിഷിന്റെ ശരീരത്തിനെ പ്രധാനമായും 3 തരംതിരിക്കാം: ബെൽ, ഓറലാംസ്, ടെന്റക്കിൾസ്. ഏറ്റവും മുകളിൽ ബെല്ലിന്റെ ആകൃതിയിൽ കാണുന്ന ശരീരമാണ് ബെൽ എന്ന് പറയുന്നത്. ബെല്ലിന്റെ അടിയിലുള്ള കൈകൾ പോലെയുള്ള ഘടനകളെ ഓറലാംസ് എന്ന് പറയുന്നു. 4 മുതൽ 8 ഓറലാംസ് വരെ ഒരു ജെല്ലി ഫിഷിന് ഉണ്ടായിരിക്കുന്നു. ഏറ്റവും അടിയിലുള്ള നീളമുള്ള ബല്ലികൾ പോലത്തെയാണ് ടെന്റക്കിൾസ്. ഈ ടെന്റക്കിൾസ് ഉപയോഗിച്ചാണ് ഇവർ ഇരപിടിക്കുന്നത്. ജെല്ലി ഫിഷിന്റെ മറ്റൊരു സവിശേഷത എന്തെന്നാൽ ഇവയ്ക്ക് തലച്ചോറുകളില്ല. വളരെ ലളിതമായ ഒരു നാഡീവ്യൂഹം മാത്രമാണ് ഇവയ്ക്കുള്ളത്. ഇരപിടിക്കുവാനും ശത്രുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനും കടലിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ നെർവ് സിസ്റ്റം അവയ്ക്കുള്ളത്. ഇവയുടെ ശരീരത്തിൽ രക്തവുമില്ല. ഇവയുടെ ശരീരത്തിൽ 95% വെള്ളമാണ്. എല്ലാത്തരം ജെല്ലി ഫിഷുകൾക്കും ഏതെങ്കിലും തരത്തിലുള്ള വിഷം കാണുന്നു. ഇര പിടിക്കുവാൻ വേണ്ടിയാണ് അവർ അത് ഉപയോഗിക്കുന്നത്. ഈ വിഷം മനുഷ്യന് പൊതുവെ ഹാനികരമല്ലെങ്കിലും ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ജെല്ലി ഫിഷുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ബയോലുമിനസെൻസ്. ഇന്ന് കണ്ടുപിടിച്ചതിൽ വെച്ച് പകുതിയിൽ കൂടുതൽ ജെല്ലി ഫിഷുകൾക്ക് ബയോലുമിനസെൻസ് എന്ന പ്രത്യേകതയുണ്ട്. അതായത് സ്വന്തമായി പ്രകാശിക്കുവാൻ ഇവർ കഴിയുന്നു. ഇങ്ങനെ സ്വന്തമായി പ്രകാശിച്ച് കൂട്ടമായി കടലിന്റെ ആഴത്തട്ടുകളിലൂടെ നീങ്ങുന്ന ജെല്ലി ഫിഷുകളെ കാണാൻ അതിമനോഹരമാണ്. ഇണയെ ആകർഷിക്കുവാൻ വേണ്ടിയാണ് ഇവ ഇങ്ങനെ സ്വയം പ്രകാശിക്കുന്നത്. ടുറിറ്റോപ്പസ് ഡോഹർനി എന്ന തരത്തിൽപ്പെട്ട ജെല്ലി ഫിഷുകൾക്ക് മരണമില്ലാത്തവയാണ്. അതായത് അവ തങ്ങളുടെ ബേബി സ്റ്റേജിലേക്ക് മാറുവാൻ സാധിക്കും. ലാൻസ്മെയിൻ എന്ന തരത്തിൽപ്പെട്ട ജെല്ലി ഫിഷുകൾ നീലത്തിമിംഗലത്തെക്കാൾ വലുതാണ്. ജെല്ലി ഫിഷുകളെ പറ്റി നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കൂടുതൽ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു ഉപയോഗപ്പെടുന്ന വീഡിയോയുമായി ഇനി ഒരു ദിവസം കാണുന്നവരെ ബൈ ബൈ.